കൂട്ടുകാരെ, അപ്പം ഞാനൊരു കാര്യം പറയട്ടെ. വേറെ ഒന്നുമല്ല. അപ്പം എന്നെ അറിയാമെന്നുള്ളവർ, എന്നെ അടുത്തറിയാമെന്നുള്ളവർ, ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ അല്ല ഉദ്ദേശിച്ചത്, എന്നോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കയറി തട്ടും. ചിലപ്പോൾ അവരാണോ, അവരല്ല, അവർ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അവരല്ല. എന്നെ ഫോൺ വിളിച്ച് വരെ സംസാരിച്ച കൂട്ടുകാരുണ്ട്. അവരൊന്നുമല്ല, ഇതല്ലാത്ത വേറെ ആൾക്കാരാണ്, പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഞങ്ങൾ 3 പേരുടെ DP കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ജെമിനി ഉള്ളത് കൊണ്ടിട്ടാണ് ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ എന്ത് മാറിപ്പോയി, ഇതെന്ത് പറയാനാ, ഓഹോ എന്ന് പറഞ്ഞങ്ങ് ചിരിച്ച് അട്ടഹാസിക്കുകയാണ്. അപ്പം ഞാനൊരു കാര്യം പുള്ളിയോട് പറയണം. ഈ പുള്ളി പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മിക്കപ്പോഴും പുള്ളിയുടെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ളത്, പുള്ളി ഫിൽറ്റർ ഇട്ട് ചുണ്ടിൽ കുറേ ലിപ്റ്റിക്ക് ഇവിടം തൊട്ട് ഇതുവരെ ലിപ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ടാണ് പുള്ളി ഇത് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മുടിയൊക്കെ ഇങ്ങനെയൊക്കെ എടുത്തിട്ട്. അപ്പം ഞങ്ങളാരും ഒന്നും കളിയാക്കാനോ എടുക്കാനോ പോയിട്ടില്ല. കാരണം എനിക്ക് സഹോദരങ്ങളുള്ളത് കൊണ്ടിട്ട്, എൻ്റെ ഇളയ സഹോദരങ്ങളൊക്കെ എനിക്ക് ഇളയതൊക്കെ ഉണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ ആണിനെയും പെണ്ണിനെയും ഞാൻ കളിയാക്കത്തില്ല. പക്ഷേ എന്നെ കാണുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് ഇങ്ങനെ ചൊറിയം പുഴു പോലത്തെയാണ്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, അസൂയയ്ക്കും കുശുമ്പിനും കഷണ്ടിക്കും മരുന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാരോട് ഞാനൊന്ന് പറയട്ടെ. നിങ്ങളുടെ ലൈവിൽ പറഞ്ഞാൽ മിക്ക ആൾക്കാരും, നിങ്ങൾ ഉൾപ്പെടെ തന്നെ കേട്ടോ, തൻ്റെ ലൈവിൽ പറഞ്ഞാൽ മിക്ക ആൾക്കാരും തന്നെ പോലെ താനും അങ്ങനെ തന്നെയാണ്. ഫിൽറ്റർ ഇട്ടും പിന്നെ തൻ്റെ ലൈവിൽ വരുന്ന ആൾക്കാർക്ക് ജെമിനിയുടെ ആപ്പ് ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാർ അതിൽ വരണുണ്ട്. പിന്നെ എനിക്ക് തന്നെയൊക്കെ വന്ന് പറഞ്ഞാൽ താങ്ങാനും എടുക്കാനൊന്നും എനിക്ക് പറ്റത്തൊന്നുമില്ല. ഞാൻ വരും, മാന്യമായിട്ട് ലൈക്ക് തരിക, എന്തെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് വാക്കിടുക, ഞാൻ ഇനി തിരിച്ചിറങ്ങി വരും. അപ്പോൾ എൻ്റെ ലൈവിൽ ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ആരെയും ഇന്നോരോ കളിയാക്കി പരിഹസിച്ചിട്ടില്ല. ഒറ്റ കുഞ്ഞുങ്ങൾ കേട്ടോ. എനിക്കിപ്പോൾ ആളില്ലെങ്കിൽ ഞാൻ ഒരു മനുഷ്യരെ ഞാൻ കളിയാക്കാൻ പോയിട്ടില്ല. എന്നെ അതുപോലെ ഇന്നും മാന്യമായിട്ട് ചേച്ചിയെന്ന് വിളിച്ച് മിണ്ടുന്ന ഒരുപാട് പിള്ളേരുണ്ട്. എന്നെ കാണുമ്പോഴേ ചേച്ചിയെന്ന് വിളിക്കും. എൻ്റെ പേര് അറിയാമെങ്കിൽ അവരെന്നെ പഴയ പേരിട്ട് തന്നെ എന്നെ ചേച്ചിയെന്ന് വിളിക്കുന്ന ആൾക്കുണ്ട്. ആ പിള്ളേർ പോലും എന്നെ ഇന്നോരോ കളിയാക്കിയിട്ടില്ല. തനിക്കൊക്കെ ഇത്തിരി വലിയ ജോലിയും വലിയ ഇതുണ്ടെന്ന് വെച്ചിട്ട് അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. എന്നോട് എടുക്കണ്ട. എനിക്ക് തന്നെ താനൊക്കെ എൻ്റെ ലൈവിൽ വന്നില്ലെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് മടക്കി കെട്ടി മൂലയ്ക്കകത്തിരിക്കാനൊന്നും പോകണില്ല. അതുകൊണ്ടിട്ട് ദയവ് ചെയ്ത് സഹോദരങ്ങളെ, ആരെയും കളിയാക്കാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചിരി ഇഷ്ടമില്ലാതെ കൊണ്ട് ഏതോ ഒരുത്തം വന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ചിരിക്ക് എന്താ കുഴപ്പം, എന്നെ കാണാൻ എന്താ കുഴപ്പം? ഞാനിപ്പോൾ ഇച്ചിരി കറുത്ത് പോയിട്ടുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ കറുത്ത് പോയി, പ്രായത്തിൻ്റെതായ നമ്മൾ നിറം വന്നു. പക്ഷേ എന്ന് വെച്ചിട്ട് ഫുള്ള് ഞാൻ ജെമിനി ആയിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം ജെമിനിയല്ല വന്നിരുന്ന് സംസാരിക്കുന്നത്, ഞാനായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതിനിപ്പോഴും എൻ്റെ ആവശ്യത്തിന് ഞാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. അത് ജെമിനിയുടെ മേക്കപ്പ് അല്ല, എൻ്റെ ഒറിജിനൽ തന്നെ. അതുകൊണ്ടിട്ട് ആരെയും കളിയാക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ലൈവ് ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8 മാസം. ഞാൻ ലൈവൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളാരും വീഡിയോ പോലും എടുക്കുന്നില്ല. നിങ്ങളെ ഭാഗ്യം കൊണ്ടൊക്കെ കയറിപ്പോവും. എൻ്റെ ഭാഗ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും താഴെ കിടക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആരെയും കളിയാക്കാൻ പറഞ്ഞില്ല. അതുകൊണ്ടിട്ട് ഇനി നിങ്ങളെപ്പോലുള്ളവരെ ലൈവിലൊന്നും ഞാൻ വരത്തില്ല. എൻ്റെ വീഡിയോ ഒന്ന് കാണണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. അതങ്ങനെയെങ്കിലും അങ്ങ് മുന്നോട്ട് പോയിക്കോളൂ. ഒരാൾ കണ്ടില്ലെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. പിന്നെ നിങ്ങളെ താങ്ങണ കുറേ ആൾക്കാരുണ്ട്. അവരാരും വന്നില്ലെന്ന് വെച്ചിട്ട് എൻ്റെ അടുപ്പിൽ അരി വേവാതിരിക്കത്തില്ല. ഞാൻ തീ എത്തിച്ചിട്ട് വെള്ളം ഒഴിച്ച് കലത്തിൽ അരി ഇട്ടാൽ അത് വെന്തോളുമാണ്. ഞാൻ ചെന്ന് അടുപ്പിൻ്റെ മൂട്ടി ചെന്നിട്ട് ഊതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് ഇപ്പം നിങ്ങളെ കൂട്ടുകാരൊന്നും വന്നില്ലെന്ന് വെച്ചിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ മടക്കി കെട്ടി ഞാൻ കശത്ത് വെച്ചൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. അത് ഞാൻ എങ്ങനെയാണോ കൊണ്ടുവന്നത് അതുപോലെ മുന്നോട്ട് പൊയ്ക്കോളും കേട്ടോ. ഇനിയെങ്കിലും താനൊക്കെ ഒന്ന് ആലോചിക്കണം. ആരെയും കളിയാക്കല്ല. എപ്പോഴും തെങ്ങിനും കമുവിനും ഒന്നുപോലെ ത്ലാപ്പ് കെട്ടാൻ നോക്കരുത് കേട്ടോ. അതൊന്നുകൂടി മനസ്സിലാക്കി തരാം. തെങ്ങിനും കമുകിനും ഒന്നുപോലെ ത്ലാപ്പ് കെട്ടരുത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. കളിയാക്കുമ്പോൾ നോക്കിയും കണ്ടും കളിയാക്കണം കേട്ടോ.